Welcome to +1 exam package. Part 14, 1-4. Kepler's laws. First question. One of Kepler's laws states that the rate at which a planet describes sectorial area is constant. ഒരു പ്ലാനറ്റ് ഓരോ സെക്കൻഡിലും അല്ല യൂണിറ്റ് ടൈമിൽ സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന സെക്ടറിൻ്റെ ഏരിയ ഒരു കോൺസ്റ്റൻ്റ് ആണെന്നാണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ പറയുന്നത്. നെയിം അനദർ ക്വാണ്ടിറ്റി ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ദിസ് ലോ. ഈ ലോ അനുസരിച്ച് മറ്റേതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നുണ്ടോ എന്നാ ചോദ്യം. യെസ്, ആംഗുലാർ മൊമെൻറ്റം. ശ്രദ്ധിക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇങ്ങനെയുള്ള ഫോഴ്സിൻ്റെ എല്ലാ സ്വാധീനത്തിൽ എന്ത് വസ്തു ക്ലോസ്ഡ് പാത്തിൽ ചലിച്ചാലും ആംഗുലാർ മൊമെൻറ്റം വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. അത് ഓർത്തുകൊള്ളണം. അത് ഏത് ഷേപ്പും ആയിക്കോട്ടെ, എലിപ്സ് ആയിക്കോട്ടെ, സർക്കിൾ ആയിക്കോട്ടെ, എന്ത് വണ്ണാങ്കട്ടായാലും ക്ലോസ്ഡ് പാത്താണ് ആംഗുലാർ മൊമെൻറ്റം വിൽ ബി a constant. അടുത്ത ചോദ്യം. One of Kepler's laws states that square of period of a planet is proportional to cube of the semi-major axis of its elliptical path. Does this law obey for a circular path? Prove. സാധാരണ എലിപ്റ്റിക്കൽ പാത്താണല്ലോ കെപ്ലറിൽ പറയുന്നത്. അത് സർക്കുലർ പാത്താണെങ്കിൽ ഈ T² ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്, സെമി മേജർ ആക്സിൻ്റെ ക്യൂബിന്. ആ ലോ സർക്കുലർ പാത്തിനും ശരിയാകുമോ എന്നാണ് ചോദ്യം. യെസ്. ഇനി അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കുലർ പാത്താകുമ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സാണ് ചർച്ച ചെയ്യേണ്ടത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഫോർ സർക്കുലർ പാത്ത് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ഈക്വൽസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ gmm/r². ഇത് സണ്ണിൻ്റെ മാസോ എന്തെങ്കിലും ആയിക്കോട്ടെ, ക്യാപിറ്റൽ എം. സ്മോൾ എം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിൻ്റെ മാസ്. സർക്കിളിലാണ് കറങ്ങുന്നത്. r എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസാണ്. ഇത് സോൾവ് ചെയ്താൽ ഇവിടെ എം വെട്ടി പോയിട്ട് v² ഈക്വൽസ് gm/r. നമുക്കറിയാം v ഈക്വൽസ് r⍵. അപ്പോൾ ഇത് r²ω² ഈക്വൽ gm/r. ദറ്റ് ഈസ് r² ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t. 2π/ പീരീഡ്. അപ്പോൾ ω² ഈസ് 4π²/t² ഈക്വൽ gm/r. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് T² കണ്ടുപിടിച്ചാൽ T² ഈക്വൽസ് 4π²/gm ഇൻറ്റു r³. 4π²/gm, that is a constant. So T² equals a constant into r³ എന്ന് കിട്ടി. Or T² is proportional to r³. അത് കെപ്ലറിലോ. ഇവിടെ ഇവിടെ മേജർ ആക്സിസും മൈനർ ആക്സിസും സർക്കിളിനൊന്ന് തന്നെയാണ്. അതെടാ ഡയമീറ്റർ. അപ്പോൾ സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതി റേഡിയസ്. അപ്പോൾ T² ഈസ് പ്രൊപ്പോർഷണൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ കെപ്ലേഴ്സ് ലോ തന്നെയാണ്. അത് അനുസരിച്ചല്ലോ. അടുത്ത ചോദ്യം. ഷോ ദാറ്റ് എ പ്ലാനറ്റ് ഓഫ് സൺ മൂവ്സ് ഫാസ്റ്റർ when it is nearer to the sun than when it is far away in its elliptical orbit. ഇത് സണ്ണ്. പ്ലാനറ്റ് ഇങ്ങനെ എലിപ്സിൽ കറങ്ങുക. സണ്ണിനടുത്ത് വരുന്ന സ്ഥലമാണ് പി. അതിനെ പെരിജി എന്ന് പറയാം. അവിടെ വരുമ്പോൾ ഉള്ള വെലോസിറ്റി v2 നിൽക്കട്ടെ. ഇത് സണ്ണിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്ന സ്ഥാനമാണ്. അതിനെ അപ്പോജി. അവിടെ വെച്ചുള്ള വെലോസിറ്റി v1 എന്നിരിക്കട്ടെ. ഇങ്ങനെ കറങ്ങുന്ന. അപ്പോൾ ഈ വെലോസിറ്റി ഇങ്ങോട്ട്, ഈ വെലോസിറ്റി അങ്ങോട്ട്. നമ്മൾ മുമ്പേ കണ്ടു ആംഗുലാർ മൊമെൻറ്റും കോൺസ്റ്റൻറ്റാണ്. ഗ്രാവിറ്റിയുടെ ഒക്കെ ഇൻഫ്ലുവൻസിൽ
ഈ പ്ലാനറ്റ്സും ഒക്കെ ചലിക്കുമ്പോൾ. ആംഗുലാർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻ്റ് ഇൻറ്റു ഡിസ്റ്റൻസാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് സണ്ണിലേക്കുള്ള ഈ ദൂരം R1 എന്നിരിക്കട്ടെ, ഇവിടുന്ന് സണ്ണിലേക്കുള്ള ദൂരം R2 എന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ലീനിയർ മൊമെൻറ്റം mv1 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R1. അപ്പോൾ ഇവിടെ വെച്ചുള്ള ആംഗുലാർ മൊമെൻറ്റമായി. ഇവിടെ വരുമ്പോൾ ഉള്ള ആംഗുലാർ മൊമെൻറ്റം mv2 ലീനിയർ മൊമെൻറ്റം ഇൻറ്റു R2. ആംഗുലാർ മൊമെൻറ്റം ഈക്വൽ ആയിരിക്കണമല്ലോ. സോ mv1 R1 ഈക്വൽസ് mv2 R2. m would go, then v2 by v1. v2 by v1 equals R1 by R2. R1 അല്ലേ വലുത് R2വിനേക്കാൾ. അപ്പോൾ R1 by R2 is greater than 1. That means v2 is greater than v1. അതായത് സണ്ണിന് അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ ഉള്ള വെലോസിറ്റി v2 ആണ് വലുത്. v2 by v1 is greater than 1. ഇതൊക്കെ നല്ല ചോദ്യങ്ങളാണ്. അടുത്ത പോയിന്റ്. A planet revolving round the sun in an elliptical orbit is shown in the figure. The distances A and C, small letter A and small letter C, are in the ratio of 5:3. What is the ratio of velocities? Vp by Va. ഈ ഫിഗർ തന്നിട്ടുണ്ട്. ഇത് സണ്ണ് എസ്, അപ്പോജി, പെരിജി, ഇവിടെ വെച്ചുള്ള വെലോസിറ്റി വി പി, ഇവിടെ വെച്ചുള്ള വെലോസിറ്റി വി എ. ഇത് സെമി മേജർ ആക്സിസ് എ. സണ്ണിൽ നിന്നും ഈ മൈനർ ആക്സിസിലേക്കുള്ള ഈ ദൂരമാണ് സി. ചോദ്യത്തിൽ പറയുന്നത് എ ബൈ സി ഈസ് 5:3 അല്ലെ 5/3. അങ്ങനെ ഉണ്ടെങ്കിൽ വി പി ബൈ വി എ എത്രയാണെന്ന ചോദ്യം. നമുക്കൊരു ആംഗുലാർ മൊമെൻ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ വെച്ചുള്ള ആംഗുലാർ മൊമെൻറ്റം എം വി പി ഇൻറ്റു എസ് പി ഈക്വൽസ് ഇവിടെ വരുമ്പോൾ ഉള്ള ആംഗുലാർ മൊമെൻ്റ് എം വി എ ഇൻറ്റു എ എസ്. ഈ ദൂരം മുമ്പേ പ്രോബ്ലം നമ്മൾ R1 R2 നോക്കി എത്താം. ദറ്റ് ഈസ് എം അങ്ങ് വെട്ടി പോകുമ്പോൾ വി പി ഇൻറ്റു എസ് പി എന്ന് പറഞ്ഞാൽ എ മൈനസ് സി. അപ്പോൾ വി പി ഇൻറ്റു എസ് പിക്ക് വരെ എ മൈനസ് സി ഈക്വൽസ് വി എ ഇൻറ്റു എസ് എ. എസ് എ എന്ന് പറഞ്ഞാൽ ഇതേ സ്മോൾ എ പ്ലസ് സി. Therefore Vp by Va equals A plus C by A minus C. Numerator and denominator C കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ A by C plus 1 by A by C minus 1. പക്ഷെ തന്നിട്ടുണ്ട് A by C is 5/3. അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ Vp by Va equals 5/3 plus 1 by 5/3 minus 1. 5/3 plus 1 എന്ന് പറഞ്ഞാൽ 8/3. 5/3 minus 1 എന്ന് പറഞ്ഞാൽ 2/3. ഈ 3 3 വെട്ടിപ്പോയിട്ട് 8/2 എന്ന് വരും. ദറ്റ് ഈസ് 4. Or Vp by Va equals 4. That is the answer. The rest we will see in the next posting. Subscribe ചെയ്ത് കാണാൻ ശ്രമിക്കുക. Thank you.